നമസ്കാരം. ധർമ്മൻസ് അസ്ട്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ വാസ്തുശാസ്ത്ര വിശേഷങ്ങളാണ്. കേരളത്തിലെ വാസ്തുശാസ്ത്രം സയൻസുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ കാറ്റ് തെക്ക് പടിഞ്ഞാറുനിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് പോകുന്നത് കൊണ്ട് പണ്ടുള്ള തച്ചുശാസ്ത്ര വിദഗ്ധന്മാർ അടുക്കള വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാക്കുകയും വിറക് കത്തിക്കുമ്പോഴുള്ള പുക തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു കാരണവശാലും വീടിനകത്ത് പുക വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലായിരുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് കുബേരനും കിഴക്ക് ഇന്ദ്രനും തെക്ക് കിഴക്ക് അഗ്നിദേവനും തെക്ക് യമൻ അല്ലെങ്കിൽ കാലൻ, തെക്ക് പടിഞ്ഞാറ് അസുരൻ അതായത് കന്നിമൂല, പടിഞ്ഞാറ് ഭാഗത്ത് ശിവൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കിഴക്ക് ഈശ്വരൻ. ഈ തരത്തിലാണ് അഷ്ടദിക്പാലകന്മാരെ തീരുമാനിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ കുത്തുകയും ആ കിണറ്റിലേക്ക് ഉദിക്കുന്ന സൂര്യരശ്മി പതിക്കത്തക്ക തരത്തിലാണ് പണ്ടുള്ളവർ കിണറിൻ്റെ സ്ഥാനം ശരിപ്പെടുത്തിയിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗം വരുന്ന കന്നിമൂലയാകട്ടെ അവിടെ സൂര്യപ്രകാശം രാവിലെ കിട്ടാത്തതുകൊണ്ട് അന്നത്തെ തച്ചുശാസ്ത്രക്കാർ ആ ഭാഗത്ത് ബാത്റൂമോ ലാട്രിൻ്റെ ടാങ്കോ മലിനജലം ഒഴുകുന്നതോ സമ്മതിക്കില്ലായിരുന്നു. കന്നിമൂല വീട്ടിൽ ഏറ്റവും ശുദ്ധവും വൃത്തിയുമായി സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ആ വീട്ടിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും ജലം ഒഴുകിപ്പോകത്തക്ക തരത്തിലുള്ള സംവിധാനവും തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഉയർന്നിരിക്കുന്ന തരത്തിലുള്ള സംവിധാനവും വസ്തുവിനുണ്ടായിരിക്കണം. അതുപോലെ അടുക്കള അഗ്നികോണിൽ, അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ഉണ്ടാക്കുകയും അടുക്കളയിൽ അടുപ്പ് ഗൃഹനായിക കിഴക്കോട്ട് നിന്ന് കത്തിക്കുന്ന തരത്തിൽ ഉണ്ടാക്കുകയും അടുക്കളയുടെ കന്നിമൂലയിൽ ഫ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള ഭാരമുള്ള സാധനങ്ങൾ വെക്കുകയും അടുക്കളയുടെ സിങ്ക് അടക്കമുള്ള സാധനങ്ങൾ വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ ഉണ്ടാക്കുകയും വേണം. അതുപോലെ കന്നിമൂല ഒന്നുകിൽ മാസ്റ്റർ ബെഡ്റൂം ആക്കുകയും ആ ബെഡ്റൂമിൻ്റെ ബാത്റൂം കന്നിമൂലയിൽ നിന്ന് ഒഴിവാക്കി വേറെ ഭാഗത്താക്കുകയും അല്ലെങ്കിൽ കന്നിമൂല പൂജാമുറിയാക്കുകയും പണവും സ്വർണവും അടങ്ങുന്ന ഭണ്ഡാരപ്പെട്ടി അല്ലെങ്കിൽ അലമാരകൾ ആ പൂജാമുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വെക്കുകയും ചെയ്യുന്നത് ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാക്കും. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വരുന്ന വായു കോൺ ഒരു കാരണവശാലും വായു കയറാത്ത തരത്തിൽ ക്ലോസ്ഡ് ആക്കാതെ ഗ്രില്ലോ ഗേറ്റോ വെച്ച് വായുവിന് സ്വതന്ത്രമായി സഞ്ചരിക്കത്തക്ക തരത്തിൽ അന്തരീക്ഷം ഉണ്ടാക്കുകയും പക്ഷിക്കൂട്, മൃഗക്കൂട്, കാർ ഷെഡ് അടക്കമുള്ള സാധനങ്ങൾ ഈ വായു കോണിൽ ഉണ്ടാക്കുന്നതിനും ശ്രദ്ധിക്കണം. വീട്ടിലെ കിണർ വടക്ക് മധ്യത്ത് മുതൽ വടക്ക് കിഴക്ക് കഴിഞ്ഞിട്ട് വരുന്ന കിഴക്ക് ഭാഗത്തോട്ടുള്ള മധ്യം വരെയുള്ള വടക്ക് കിഴക്ക് ഭാഗം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കിണർ കുത്തുകയും അത് സംരക്ഷിക്കപ്പെടുകയും അതുപോലെ ആ ഭാഗത്ത് ലാട്രിനോ സെപ്റ്റിക് ടാങ്കോ ഉണ്ടാക്കാതിരിക്കുകയും വേണം. പൂജാമുറി വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഉണ്ടാക്കണം. പ്രധാന വാതിലുകൾ വടക്കോ കിഴക്കോ തെക്കോ പടിഞ്ഞാറോ ഉണ്ടാക്കാം. പക്ഷേ ഈ 4 ദിക്കിൻ്റെയും ഉച്ചസ്ഥാനങ്ങളിലായിരിക്കണം പ്രധാന വാതിലുകൾ നിർമ്മിക്കേണ്ടത്. ഉദാഹരണത്തിന് കിഴക്ക് ഭാഗത്താണെങ്കിൽ കിഴക്ക് ഭാഗത്തിൻ്റെ നേർപകുതിക്ക് വടക്ക് കിഴക്കോട്ടുള്ള ഭാഗത്ത് ചെയ്യണം. വടക്ക് ഭാഗത്താണെങ്കിൽ വടക്ക് ഭാഗത്തിൻ്റെ നേർപകുതിക്ക് കിഴക്കോട്ടുള്ള ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ടുള്ള ഭാഗത്ത് പ്രധാന വാതിൽ വരണം. തെക്ക് ഭാഗത്താണെങ്കിൽ തെക്കിൻ്റെ നേർപകുതി തെക്ക് കിഴക്ക് ഭാഗത്തേക്കുള്ള ഭാഗത്ത് ഉച്ചത്തിൽ വരണം. പടിഞ്ഞാറാണെങ്കിൽ ഒരു കാരണവശാലും കന്നിമൂലയിൽ വാതിൽ വരാൻ പാടില്ല. പടിഞ്ഞാറിൻ്റെ പകുതി തൊട്ട് വടക്ക് പടിഞ്ഞാറ് വായു കോണിലേക്കുള്ള ഭാഗത്ത് വാതിൽ വരണം. 4 ഭാഗത്തും ഉച്ചത്തിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ വാതിലുകൾ ആവാം. അതുപോലെ ബാത്റൂമും ലാട്രിനും കന്നിമൂല ഒഴിവാക്കണം. ബാക്കി തെക്കോ വടക്ക് ഭാഗത്ത് വായു കോണിന് സമീപത്തോ തെക്ക് ഭാഗത്ത് കന്നിമൂല ഒഴിവാക്കിയോ ബാത്റൂമുകൾ പണിയാം. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിനെ മറച്ചുള്ള മരങ്ങൾ വെക്കരുത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പുളിമരം പോലുള്ള മരങ്ങൾ വെക്കാം. ധനു, മീനം, കന്നി, മിഥുനം മാസങ്ങളിൽ വീട് വെക്കുന്നതിന് വേണ്ടി വാനം തോണ്ടരുതെന്നാണ് ശാസ്ത്രം. അതിന് കാരണമായി പറയുന്നത് ഈ മാസങ്ങളിൽ ധനു, മീനം, കന്നി, മിഥുനം മാസങ്ങളിൽ വാസ്തുപുരുഷൻ ഉറക്കത്തിലായിരിക്കും എന്നാണ്. അതുപോലെ പാല് കാച്ചുന്ന സമയത്ത് ഈ മാസങ്ങൾ ഒഴിവാക്കി ഗണപതി ഹോമം ചെയ്യുമ്പോൾ വാസ്തു പുരുഷനും കൂടെയുള്ള
പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. വീടിന് അടിസ്ഥാനമിടുമ്പോൾ വാനം തോണ്ടി ആദ്യത്തെ കല്ല് വെക്കേണ്ടത് കന്നിമൂലയിലാണ്. നായക്കൂട്, കിളിക്കൂട്, പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നത് വായുക്കോണിലായിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇതൊന്നും കന്നിമൂലയിൽ വെക്കരുത്. വീട്ടിൽ പൂജാമുറി വടക്കുകിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കന്നിമൂലയിലോ സെറ്റ് ചെയ്യണം. വിളക്ക് കത്തിക്കുന്നത് വടക്കുകിഴക്ക് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറോട്ടും, കന്നിമൂലയിലാണെങ്കിൽ കിഴക്കോട്ടും വിളക്ക് കത്തിക്കണം. നിങ്ങൾ വസ്തു വാങ്ങുമ്പോഴും വീട് വെക്കുമ്പോഴും വാസ്തുശാസ്ത്രം നോക്കി ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും അതുപോലെ വസ്തു വീടുകൾ റീസെയിൽ ചെയ്യുന്നതിനും അഭികാമ്യമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുന്നു. ശേഷം അടുത്ത ലക്കത്തിൽ കാണാം. നമസ്കാരം.